ആർക്കിടെക്ചറൽ ഡിസൈൻ സീരീസിലെ ഏറ്റവും അവസാന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഡീറ്റെയിലിംഗ്. ഒരു പ്രൊജക്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്ന പാർട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെഷൻ തന്നെയാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആൾറെഡി ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വൈസ് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്ലാൻ ചെയ്ത് അതിൻ്റെ 3D ഡിസൈനിങ് വരെയാണ് എത്തി നിൽക്കുന്നത്. ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മളിതിൻ്റെ എക്സിക്യൂഷനാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പക്ഷേ എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ളൊരു പ്രൊസീജിയറും കൂടെ നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു. സോ ഇനി ആ ഒരു പ്രൊജക്റ്റ് സൈറ്റിൽ ഓൺ സൈറ്റിൽ ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പാർട്ടാണ് ചെയ്യാനുള്ളത്. നമ്മുടെ കയ്യിലിപ്പോൾ കറൻ്റ്ലി ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്ലോർ പ്ലാനും അതുപോലെ തന്നെ 3D ഔട്ട്പുട്ട്സുമാണ് ഉള്ളത്. സോ ഒരു വീടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ 3D ഡിസൈൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനുമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ആ ഒരു ഡീറ്റെയിലിംഗ് മാത്രം വെച്ചിട്ട് ആ ഒരു പ്രൊജക്റ്റ് ഓൺ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് പ്രാക്ടിക്കലി ഒരുപാടധികം ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ എറേഴ്സും വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ ആ ഒരു പാർട്ടിലാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഒരു പ്രൊജക്റ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളൊരു 3D ഡിസൈൻ മാത്രം കണ്ട് അത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൊടുത്തിട്ടുള്ള പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഡിസൈൻസ്, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ആ ഒരു 3D ഡയറക്റ്റ്ലി കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അതിനെല്ലാം വേണ്ട ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ്ലി അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് പ്രോപ്പർ വേയിൽ എന്താണോ ഡിസൈനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതേ മെത്തേഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ ഡീറ്റെയിലിംഗ് ഫോർ എ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദി ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡഡ് ആസ് എ കോംപ്രഹെൻസീവ് ഗൈഡ് ഫോർ ദ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ടീം ടു ദ എക്സിക്യൂട്ട് ദി പ്രൊജക്റ്റ് ആക്യുറേറ്റ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ ആക്യുറസിയിലും എഫിഷ്യൻസിയോട് കൂടിയും നമുക്ക് സൈറ്റിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ടീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സിനും ഡോക്യുമെൻറ്റ്സിനും കൂടെയാണ് ഒരു പ്രൊജക്റ്റ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊജക്റ്റ് കൺസൾട്ടേഷനൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ഡ്രോയിങ് അല്ലെങ്കിൽ വർക്കിംഗ് ഡ്രോയിങ് പ്രിപ്പറേഷൻസും സൈറ്റ് വിസിറ്റ്സും ഒക്കെ ആയിരിക്കും നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഓരോ പാർട്ടിലും എന്തൊക്കെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഡ്രോയിങ്സും ഡോക്യുമെൻറ്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആൻഡ് അത് ഓൺ സൈറ്റിൽ പോയിട്ട് നമ്മൾ ലാബേഴ്സിന് അല്ലെങ്കിൽ എക്സിക്യൂഷൻ വിങ്ങിന് അത് ഡിസ്കസ് ചെയ്ത് കൊടുക്കുകയാണ് നോർമലി ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ളൊരു പ്രോപ്പർ ഡീറ്റെയിലിംഗ് ഒരു പ്രൊജക്റ്റിനുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എൻഡ് ഔട്ട്പുട്ടും അതിൻ്റെ 3D വിഷ്വലൈസിങ് പാർട്ടിൽ വന്നിട്ടുള്ള ഔട്ടും ഒരേ ക്വാളിറ്റിയിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. So providing proper measurements, specification, etc. for a project make the end output with the least errors and mistake. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ്. നമ്മൾ ആ ഒരു 3D കൊടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ പ്രോപ്പർ മെഷർമെൻറ്റ്സും സ്പെസിഫിക്കേഷനും കൂടെ അവിടെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാനും എറേഴ്സ് മാക്സിമം മിനിമൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ഈ സ്ലൈഡിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ഒരു വിൻഡോ ആണ് കാണിച്ചിട്ടുള്ളത്. സോ ആ വിൻഡോൻ്റെ ഓരോ പാർട്ടുകളും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതിൻ്റെ ഡയമെൻഷൻസ്, അതിൽ ഏത് മെറ്റീരിയലാണ് എന്നുള്ള സ്പെസിഫിക്കേഷൻസും കൂടെ നമ്മളതിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് വിങ്ങിന് അത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഒരു 3 ഡിവിഷൻസ് ആയിട്ട് ഈ ഒരു ഡീറ്റെയിലിംഗ് പാർട്ടിനെ കണക്കാക്കാം. സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ്, ഫിനിഷിംഗ് ആൻഡ് ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ആൻഡ് ഫൈനലി സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിലിംഗ്. സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചറൽ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ വർക്ക് എക്സിക്യൂഷൻ പാർട്ടിൽ വരുന്ന ഡ്രോയിങ്സും ഡോക്യുമെൻറ്റ്സുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്റ്റിൻ്റെ പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ, അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. അതിനുശേഷം ആ സൈറ്റിൽ ആ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് വർക്ക് തുടങ്ങുന്ന സമയത്ത് സെറ്റിംഗ് ഔട്ട് പ്ലാന്, അതിനുശേഷം ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ് ആൻഡ് പ്ലിന്ത് ബീം ഡീറ്റെയിലിംഗ്, ദെൻ ജോയിനറീസ്, മാസൺറി ഡ്രോയിങ്, RCC ഡീറ്റെയിലിംഗ്, അതായത് ലിൻറ്റൽ, സൺഷെയ്ഡ് ആൻഡ് RCC സ്ലാബ് ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ റൂഫ് ഡീറ്റെയിലിംഗ്. ഇത്രയും പാർട്ടുകളാണ് ബേസിക്കലി ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് എന്നുള്ളൊരു പാർട്ടിൽ വരുന്നത്. അതായത് സൈറ്റിൽ നമ്മളൊരു വർക്ക് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ സെറ്റിംഗ് ഔട്ട്, കുറ്റിയടിക്കുന്നത് തൊട്ട് അതിൻ്റെ സ്ലാബ് കോൺക്രീറ്റിംഗ് വരെ ഉള്ള പാർട്ടിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രോയിങ്സിനും ഡീറ്റെയിലിങ്ങിനുമാണ് സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ജോയിനറി എന്ന് പറഞ്ഞാൽ ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലെങ്കിൽ വിൻഡോസ്, വെൻറ്റിലേറ്റേഴ്സ്, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രോയിങ്സിനാണ് നമ്മൾ ജോയിനറീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്ലയൻറ്റ് ഡോർസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ
നമ്മൾ മേ ബി അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് വരിക. സോ അവിടെ ജോയിനറി ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പറഞ്ഞ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡ്രോയിങ്സും ഡീറ്റെയിലിംഗും ആണോ പ്രൊവൈഡ് ചെയ്യാനുള്ളത് അതെല്ലാം ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിലാണ് കവർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഫിനിഷിംഗ് ആൻഡ് ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ആണ്. നമ്മളൊരു പ്രൊജക്റ്റ് 2 രീതിയിലാണ് ഫിനിഷിംഗ് പാർട്ടിനെ കൺസിഡർ ചെയ്യാനുള്ളത്. ഒന്ന് നോർമൽ ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ട്, അതായത് വീടിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ദെൻ പ്ലാസ്റ്ററിങ്, ഫ്ലോറിംഗ്, പെയിൻറ്റിങ്, അത്തരത്തിൽ നോർമലി ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യുന്ന പാർട്ടിലേക്കുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് ആ പ്രൊജക്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഫിനിഷിംഗ് പ്രൊജക്റ്റ് എന്ന് പറയാം. ഇൻ അഡീഷൻ ഇതിൻ്റെ കൂടെ ഇൻറ്റീരിയർ ഡിസൈനും കൂടെ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ സെപ്പറേറ്റ്ലി നമ്മൾ ഫാൾ സീലിങ്ങും ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് സോഫ്റ്റ് ഫർണിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡീറ്റെയിലിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ഫിനിഷിംഗ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ രണ്ട് പെർസ്പെക്റ്റീവിലാണ്. അതിൽ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഡീറ്റെയിലിംഗ്, പ്ലാസ്റ്ററിംഗ് ഡീറ്റെയിലിംഗ്, ഫ്ലോറിംഗ് ലേഔട്ട്സ്, ഫാൾ സീലിംഗ് ഡീറ്റെയിലിംഗ്, furniture detailing, then soft furnishing detailing, glass and industrial work detailing, etc. can be included. ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഫിനിഷിംഗ് പാർട്ടിലുള്ള എല്ലാ പാർട്ടിലെയും കണക്ട് ചെയ്യുന്ന ഡീറ്റെയിലിങ്സ് ഇവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഫിനിഷിംഗ് ഡീറ്റെയിലിംഗ് ആണ് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യേണ്ടി വരിക. കാരണം ഒരു ഇൻറ്റീരിയർ പാർട്ടിൽ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫേർണിച്ചറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട പ്ലൈവുഡ്, ലാമിനേറ്റ്സ്, ഇതിൻ്റെ ഹാൻഡിൽസ്, ഹാർഡ്വെയർ ഐറ്റംസ്, ഇത്തരത്തിലുള്ള ഓരോ മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. സോ ഫിനിഷിംഗ് ആൻഡ് ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് പാർട്ടിലാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. ആൻഡ് ഫൈനലി സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൽ ഒരു ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് പോലുള്ള സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസിൽ നിന്നും പെർമിറ്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ, ബിൽഡിംഗ് നമ്പർ കിട്ടുന്നതിന് വേണ്ടി കംപ്ലീഷൻ എടുക്കുന്ന ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനും ഡ്രാഫ്റ്റിങ്ങിനും സബ്മിഷൻസിനും കൂടെ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിലിംഗ് എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ബിൽഡിംഗ് റൂൾസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കതിന് പെർമിറ്റ് വേണം ഇനീഷ്യലി. ദെൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിൽഡിംഗ് നമ്പർ കിട്ടുന്ന പാർട്ടിലേക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ആ 2 കാര്യങ്ങളാണ് ബേസിക്കലി സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നത്. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. അത് സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പാർട്ട് തന്നെയാണ്. സോ പെർമിഷനും കംപ്ലീഷൻ്റെയും കൂടെ തന്നെ വരുന്ന 1-2 ചില അഡീഷണൽ പാർട്ടും കൂടെ ഉണ്ട്. എക്സ്റ്റൻഷൻ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അഡീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും ഈ പഞ്ചായത്ത് പോലുള്ള ലോക്കൽ ബോഡീസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റ് ചില പാർട്ടും കൂടെ അതിലുണ്ട്. ലീഗൽ വാലിഡിറ്റി ഓഫ് എനി പ്രൊജക്റ്റ് ഈസ് അറ്റൈൻഡ് ഓൺലി ബൈ ഹാവിങ് പെർമിറ്റ് ആൻഡ് കംപ്ലീഷൻ ഓഫ് വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആർ ബിൽഡിംഗ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ലീഗലി വാലിഡിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്ത് അതിന് ഏതാണോ ലോക്കൽ ബോഡി, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതോ അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് ഓഫീസേഴ്സ്, അവിടെ നിന്നുള്ള കൺഫർമേഷൻസും സാങ്ഷൻസും ഒക്കെ നമുക്ക് കിട്ടൽ കമ്പൽസറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ലോൺ വെച്ചിട്ടാണ് പ്രൊജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ ബാങ്ക് ലോണും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡിലുള്ള എസ്റ്റിമേഷനും പ്രൊസീജിയേഴ്സൊക്കെ മൂവ് ചെയ്യേണ്ടി വരിക. ആ ഒരു മെത്തേഡിൽ പ്രോപ്പർ സ്റ്റാൻഡേർഡിൽ നമ്മൾ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറോ ആർക്കിടെക്റ്റിൻ്റെയോ സൈൻ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാങ്കിൽ നിന്നുള്ള ലോണും കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്തരത്തിൽ 3 ഡീറ്റെയിലിംഗ് പാർട്ടുകളാണ് നമുക്ക് ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആൻഡ് ഫിനിഷിംഗ് ഡീറ്റെയിലിംഗ്, ആൻഡ് ഫൈനലി സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിലിംഗ്. സോ ഒരു പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡീറ്റെയിലിംഗ് മേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ തൊട്ട് മുൻപത്തെ സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറും കൂടെ അതിൻ്റെ പ്രോപ്പർ സ്റ്റാൻഡേർഡ്സും മാക്സിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന രീതിയിലും ആ ഒരു കോസ്റ്റിങ്ങും അല്ലെങ്കിൽ പ്രൊജക്റ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഈ ഒരു ഫീൽഡിൽ സ്വന്തമായിട്ട് വർക്കും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഡീറ്റെയിലിംഗ് പാർട്ട് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാരണം നമ്മൾ പ്രൊജക്റ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലാണെങ്കിലും
3D ഡിസൈനിങ് സ്റ്റേജിലാണെങ്കിലൊക്കെ നമുക്കതിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം മറ്റാളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പ്രൊജക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ടിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ചെയ്യാനും അത് മനസ്സിലാക്കാനും ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫായിട്ട് പ്രൊജക്റ്റും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു ആർക്കിടെക്ചറൽ പ്രൊജക്റ്റ് ഡിസൈൻ പ്രാക്ടീസിൽ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഒരു പ്രോപ്പർ വേയിൽ ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ എൻഡ് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി അഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു ക്ലയൻറ്റിനെ കണ്ടു, ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നെക്സ്റ്റ് ഒരു പ്ലാൻ വരച്ചു, അത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്താൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഡിസൈനിങ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മിസ്സിങ് വരും. മാത്രമല്ല അത്തരത്തിലുള്ള സ്കിപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് പലതും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എൻഡ് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയെ ഡെഫിനറ്റ്ലി നെഗറ്റീവായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.